നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ പി.ഒ. അഷ്ടമിച്ചിറ ചാലക്കുടി. വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് നൊട്ടൻമൂല ആഴ്ചങ്ങാടൻ വർഗീസ് സിനി ദമ്പതികളുടെ മകൻ 15 വയസ്സുള്ള ക്രിസ്റ്റിയാണ് മരിച്ചത്. ദേശീയപാതയിൽ ചാലക്കുടി പോട്ടയ്ക്ക് സമീപം സുന്ദരിക്കവലയിൽ തടി കയറ്റി വന്ന പിക്കപ്പ് വാൻ മറിഞ്ഞു. ടയർ പൊട്ടിയതാണ് അപകട കാരണം. അവധിക്കാലമായതോടെ പറവൂർ നഗരത്തിലെ അംബേദ്കർ പാർക്കിൽ തിരക്കേറി. എന്നാൽ പാർക്ക് പരിപാലനത്തിന്റെ കാര്യത്തിൽ നഗരസഭാ അധികാരികൾ ശുഷ്കാന്തി കാണിക്കുന്നില്ലെന്ന് പൊതുഅഭിപ്രായം. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് നൊട്ടൻമൂല ആഴ്ചങ്ങാടൻ വർഗീസ് സിനി ദമ്പതികളുടെ മകൻ 15 വയസ്സുള്ള ക്രിസ്റ്റിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് കുട്ടികൾ കളിക്കുന്നതിനിടെ താഴെ വീണ് കിടക്കുന്ന നിലയിൽ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. രക്തം ഛർദ്ദിച്ച നിലയിലായിരുന്നുവെന്നും വീട്ടുകാർ പറഞ്ഞു. ഉടൻ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കുട്ടിക്ക് ഫിറ്റ്സ് ഉള്ളതായി വീട്ടുകാർ പറഞ്ഞു. പള്ളിക്കുന്ന് അസംഷൻ CJM സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. SSLC പരീക്ഷാഫലം പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിത മരണം. ദേശീയപാതയിൽ ചാലക്കുടി പോട്ടയ്ക്ക് സമീപം സുന്ദരിക്കവലയിൽ തടി കയറ്റി വന്ന പിക്കപ്പ് വാൻ മറിഞ്ഞു. ടയർ പൊട്ടിയതാണ് അപകട കാരണം. തൃശൂർ കൈപ്പറമ്പിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് തടി കയറ്റി പോവുകയായിരുന്നു പിക്കപ്പ് വാൻ. ഡ്രൈവറെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കോൺഗ്രസ് അന്നമനട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. അമ്പലനടയിൽ നിന്നും ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് ചുറ്റി ടൗണിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. മതേതരത്വം, ഭരണഘടനയെല്ലാം അപകട അവസ്ഥയിലാണ്. ഭരണഘടന മാറ്റിയെഴുതും എന്ന് പരസ്യമായി BJPയുടെ നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നേ മതിയാകും. കേരളത്തിൽ അത് UDF ആണ്. കോൺഗ്രസ് അന്നമനട മണ്ഡലം പ്രസിഡന്റ് PK തിലകൻ അധ്യക്ഷനായി. TU രാധാകൃഷ്ണൻ, MH ഫൈസൽ, VA അബ്ദുൽ കരീം, OJ ജിനീഷ്, KA ഫാറൂൺ റഷീദ്, PK നൌഷാദ്, ഡേവിസ് പാറേക്കാട്ട്, NS വിജയൻ, AA അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. അന്നമനട പഞ്ചായത്തിലെ വെണ്ണൂർ ജീവനം ഇക്കോ സ്റ്റോർ വേറിട്ടതാകുന്നത് അതിന്റെ പ്രവർത്തന മികവ് കൊണ്ടാണ്. വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിന് കീഴിലുള്ള ജീവനം കാർഷിക മേഖലയിൽ നടത്തുന്ന സേവനം ചെറുതല്ല. ഇതര സഹകരണ ബാങ്കുകൾക്കും മാതൃകയാണ് വെണ്ണൂരിന്റെ ജീവനം പദ്ധതി. റിപ്പോർട്ട് കാണാം. കാർഷിക പാരമ്പര്യമുള്ള ഒരു നാടിനെയും നാട്ടുകാരെയും ഇന്നും കൃഷിയിലൂടെ വഴി നടത്തുന്ന ഒരു സഹകരണ ബാങ്കുണ്ട് വെണ്ണൂരിൽ. കൃഷിയുടെ വിത്തുകൾ മനുഷ്യന്റെ മണ്ണിൽ പാകാനും വിളവെടുക്കുവാനും ബാങ്ക് ഒരു നഴ്സറി ആരംഭിച്ചു. ഇന്ന് ആ നഴ്സറി ഒരു നാടിനു വേണ്ട മുഴുവൻ തൈകളും ഫലവൃക്ഷങ്ങളും സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നു. ആരംഭകാലം മുതലേ കൃഷിയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ വെണ്ണൂർ പരസ്പര സഹകരണ സംഘം ഇന്ന് 77 വർഷങ്ങൾ പിന്നിടുമ്പോൾ കൃഷിയും സഹകരണവും വരും തലമുറയ്ക്ക് കൈമുതൽ എന്ന ആപ്തവാക്യവുമായി മുന്നോട്ട് പോകുന്നു. ഒരു സഹകരണ സംഘത്തിൽ നിന്നും വളർന്ന് ഇന്ന് ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് പദവിയുള്ള ഒരു ബാങ്കായി മാറിക്കഴിഞ്ഞു. ബാങ്കിന്റെ പ്രവർത്തനങ്ങളിൽ എന്നും മുന്നിട്ട് നിൽക്കുന്നത് ജീവനം ഇക്കോ സ്റ്റോർ തന്നെയാണ്. 2013 പാട്ടത്തിനെടുത്ത 1 ഏക്കർ സ്ഥലത്ത് ആരംഭിച്ച നഴ്സറി നാട്ടുകാർക്ക് ആവശ്യമായ ഫലവൃക്ഷങ്ങളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു പോന്നു. എന്തുകൊണ്ട് സ്വന്തമായി തൈകളും ഫലവൃക്ഷങ്ങളും ഉൽപ്പാദിപ്പിച്ചുകൂടാ എന്ന ചോദ്യത്തിന് അവർ ഉത്തരം നൽകി. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബാങ്ക് രൂപീകൃതമായത്. അതിനുശേഷം നമ്മൾ പല വിധത്തിലുള്ള വളം, അതുപോലെ കീടനാശിനി, ഇപ്പോൾ പുതിയതായിട്ട് നമ്മളൊരു 10 വർഷം മുമ്പ് ഇവിടെ സേവന കേന്ദ്രം എന്ന പേരിൽ ഇവിടെ മേലടൂർ നമ്മളൊരു സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. നല്ല ഇനം ചെടികൾ, വിത്തുകൾ, കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ ഇതൊക്കെയാണ് നമ്മളവിടെ വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് മികച്ച രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറി വിത്തുകൾ ഒക്കെ കിട്ടുന്നതിന് സഹായമായിട്ടുണ്ട്.
സ്വന്തമായി ഇന്ന് തൈകളും ഫലവൃക്ഷങ്ങളും ഉൽപ്പാദിപ്പിച്ച് നാടിനും മറ്റു നാടുകളിലേക്കും ഇന്ന് ഇക്കോ സ്റ്റോർ വിതരണം ചെയ്യുന്നു. സഹകരണ വകുപ്പിന്റെ കീഴിൽ കേരളത്തിൽ ആദ്യമായി കർഷക സേവന കേന്ദ്രം ആരംഭിച്ചത് വെണ്ണൂരിലാണ്. ആ കാലങ്ങളിൽ കർഷക സേവന കേന്ദ്രത്തെക്കുറിച്ച് ക്ലാസുകൾ എടുക്കാനും പങ്കെടുക്കാനും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വെണ്ണൂരിലേക്ക് എത്തിയിരുന്നു. സഹകരണ വകുപ്പിന്റെ സഹായത്തോടെയാണ് ബാങ്ക് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. 10 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് ജൈവ കൃഷിയും നടത്തുന്നുണ്ട്. ചെണ്ടുമല്ലി മുതൽ കോളിഫ്ലവർ വരെ വിരിയുന്ന തോട്ടമാണിത്. ഇവിടെ നിന്നുള്ള വിഷരഹിത പച്ചക്കറികളും മറ്റുൽപ്പന്നങ്ങളും ആവശ്യം വേണ്ട നിത്യോപയോഗ വസ്തുക്കളും ജീവനം ഇക്കോ സ്റ്റോറിൽ വിൽപ്പന നടത്തുന്നു. ഇതിനോടനുബന്ധിച്ച് ഒരു ഗ്രാമീണ അടുക്കളയുമുണ്ട്. കാർഷിക ബാങ്ക് എന്ന നിലയ്ക്ക് വിവിധ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് കാർഷിക സെമിനാറുകൾ ബാങ്ക് നടത്താറുണ്ട്. പങ്കെടുക്കുന്നവർക്കെല്ലാം പച്ചക്കറി തൈകൾ സൗജന്യം. 3000-ഓളം കുടുംബങ്ങൾ പാർക്കുന്ന ഗ്രാമത്തിലെ ഓരോ വീട്ടിലും ബാങ്കിന്റെ കർഷക സേന മാവിൻ തൈകൾ പുഞ്ചിരിച്ചു നിൽക്കുന്നുണ്ട്. 1500 വിയറ്റ്നാം മേർലി ചക്കത്തൈകൾ ഇന്ന് ഫലവുമായി നാട്ടുകാരെ കാത്തുനിൽപ്പുണ്ട്. കാർഷിക സേവന കേന്ദ്രം മാത്രമല്ല, നല്ല വിത്തിന് വളരാൻ ഫലഭൂയിഷ്ഠമായ മണ്ണ് വേണം, ജലം വേണം. ഇവയെല്ലാം കണ്ടുപിടിക്കാനും പരിശോധിക്കാനും ബാങ്കിന്റെ കീഴിൽ മണ്ണ് പരിശോധനാ ലാബും ജലപരിശോധനാ ലാബും എന്നും പ്രവർത്തന സജ്ജമാണ്. നല്ല ഇനം ടിഷ്യൂ കൾച്ചർ തൈകളുടെ ഉൽപ്പാദനത്തിന് ബാങ്ക് നേരിട്ട് ഒരു ടിഷ്യൂ കൾച്ചർ ലാബും നടത്തിവരുന്നു. ഇതുമാത്രമല്ല, കൃഷിക്ക് ആവശ്യമായ വളം, നടീൽ വസ്തുക്കൾ, യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ തുടങ്ങി എല്ലാം കർഷക സേവന കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും. 2013 ആദ്യമായിട്ട് കൃഷിയിലേക്ക് നേരിട്ടിറങ്ങുന്ന ഒരു സംവിധാനവുമായിട്ട് വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്ക് കർഷക സേവന കേന്ദ്രം ആരംഭിക്കുന്നത്. കേരള സർക്കാരിൻ്റെ പുതിയ പദ്ധതിയായ ഈ കർഷക സേവന കേന്ദ്രങ്ങൾ കൃഷി വകുപ്പിൻ്റെ അഗ്രോ സർവീസ് സെൻറ്റർ മാതൃകയിലാണ് പ്രവർത്തിക്കുന്നത്. കൃഷിക്കാവശ്യമായിട്ടുള്ള സേവനങ്ങൾ നേരിട്ട് നൽകുകയും കൃഷി മേഖല ഒരു തൊഴിൽ മേഖലയായി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കാർഷിക സേവനങ്ങൾ യുവാക്കളിലൂടെ നൽകുന്ന കർഷക സേന രൂപീകരിക്കുകയും അതോടൊപ്പം അനുബന്ധമായിട്ടുള്ള ഇതര പ്രവർത്തനങ്ങളും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ കർഷക സേവന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒരു നാടിന് കൃഷിയെ സ്നേഹിക്കാൻ ഇതിൽ പരം എന്തു വേണം? വരും തലമുറയ്ക്ക് വരെ കൃഷിയെ സ്നേഹിക്കാനുള്ള സന്ദേശം നൽകാൻ ജീവനത്തിന് കഴിയും. ക്യാമറമാൻ ശരത് അഴീക്കോടിനൊപ്പം ഫിയ തോമസ്, മീഡിയ ടൈം, മാള. അവധിക്കാലമായതോടെ പറവൂർ നഗരത്തിലെ അംബേദ്കർ പാർക്കിൽ തിരക്കേറി. എന്നാൽ കുട്ടികളെയും കൂട്ടി പാർക്കിൽ എത്തിയാലും സന്ദർശകർക്ക് തൃപ്തി വരികയില്ല. പാർക്ക് പരിപാലനത്തിന്റെ കാര്യത്തിൽ നഗരസഭാധികാരികൾ ശുഷ്കാന്തി കാണിക്കുന്നില്ലെന്ന് പൊതുവെ അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് എൻ അലി പറവൂർ മുനിസിപ്പൽ ചെയർമാനായിരുന്ന കാലത്താണ് പാർക്ക് നിർമ്മിച്ചത്. കുട്ടികൾ കളിക്കുന്ന മരങ്ങളുടെ ചുവടുകളിലേക്ക് കാടുകൾ പടർന്നു കയറിയിട്ടുണ്ട്. വെളിച്ചക്കുറവുമുണ്ട്. പാർക്കിന്റെ ഒരു ഭാഗത്ത് സജ്ജീകരിച്ചിട്ടുള്ള സയൻസ് പാർക്കും കുട്ടികൾക്ക് നിർമ്മിച്ചിട്ടുള്ള തീവണ്ടിയും നാശത്തിന്റെ വക്കിലാണ്. കുട്ടി തീവണ്ടി പെയിന്റ് ചെയ്തിട്ട് വർഷങ്ങളായിട്ടുണ്ട്. നഗരസഭ 11-ാം വാർഡിൽ 2 ഏക്കർ സ്ഥലത്താണ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പറവൂർ മേഖലയിലെ മറ്റിടങ്ങളിൽ ഇത്രയും വിശാലമായ വിനോദ കേന്ദ്രങ്ങൾ കുറവായതിനാലാണ് ഇവിടെ തിരക്കേറാൻ കാരണം. പാർക്കിൽ പ്രഭാതത്തിലും സായാഹ്നത്തിലും നടക്കാനെത്തുന്നവർ ഒട്ടേറെയാണ്. നഗരത്തിന് പുറത്ത് നിന്നുള്ളവരും ധാരാളമായി എത്തുന്നുണ്ട്. പാർക്കിൽ ഹൈമാസ് ലൈറ്റും ഓപ്പൺ ജിം സ്ഥാപിക്കുന്നതിനുമായി GCDA ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ കാലാനുസൃതമായ പുരോഗമനം ഇവിടെ വന്നിട്ടില്ലെന്ന് വേണം വിലയിരുത്താൻ. മീഡിയ ടൈം, പറവൂർ. മാള ആൽഫ പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ റംസാൻ, ഈസ്റ്റർ, വിഷു സ്നേഹ സംഗമം നടത്തി. സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഡോക്ടർ രാജു ഡേവിസ് ചെല്ലക്കുടം അധ്യക്ഷനായി. ഇരിങ്ങാലക്കുട ഹൃദയ പാലിയേറ്റീവ് കെയർ ഡയറക്ടർ ഫാദർ ഷാജു ചിറയത്ത്, ഇമാം അബൂബക്കർ ഫൈസി ചെങ്ങമനാട്, മാള ഫൊറോന ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫ്രാങ്കോ പാനാടൻ, ഡോക്ടർ ആശ സേവ്യർ എന്നിവർ സംസാരിച്ചു. A. അഷ്റഫ്, നിസ അഷ്റഫ്, KK ഉണ്ണികൃഷ്ണൻ, ഇന്ദിര ശിവരാമൻ, ലിസി ജോണി, ഷീല ജോസ്, അഷ്റഫ് വെളുത്തേരി എന്നിവർ നേതൃത്വം നൽകി. അപ്പോൾ അതിനൊരു മാറ്റം വരണം, അതിൻ്റെ ഒരു ചെറിയതായിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് വാസം പറഞ്ഞ് ഞങ്ങളുടെ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇങ്ങനെ ഒരു പ്രപ്പോസലിലൂടെ പറഞ്ഞ് നമുക്ക് ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നത്. ഇവിടുത്തെ വിഷു, ഈദ്, മുസ്ലിംസിൻ്റെ ചെറിയ പെരുന്നാൾ, അവരുടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ക്രിസ്ത്യാനികളുടെ ഏറ്റവും നമ്മൾക്ക് അനുഗ്രഹപ്പെട്ട ഈസ്റ്റർ, ഇത് മൂന്നും കൂടി ഒന്നിച്ച് നമ്മൾക്ക് ഇവിടെയുള്ള നമ്മുടെ സ്റ്റാഫിനെയും നമ്മുടെ ബഹുമാനപ്പെട്ട കുറേ പേരെയും നമ്മുടെ എക്സിക്യൂട്ടീവ് നമ്മുടെ മെമ്പേഴ്സിനെ കൂട്ടി ചെറിയൊരു പരിപാടി സംഘടിപ്പിക്കാൻ പറ്റുകയാണ്. അങ്ങനെയാണ് വളരെ പെട്ടെന്നാണ് സംഘടിപ്പിച്ചത്. പക്ഷേ എന്നിട്ട് പോലും
ഞങ്ങൾ വിളിച്ച് നല്ലൊരു ശതമാനം പേര് ഇവിടെ വന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ നന്ദിയുണ്ട്, നമസ്കാരം. ഇനി പല്ലിയേറ്റീവ് കെയറിൻ്റെ ഇതിനെക്കുറിച്ച് വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു കാര്യം കൂടി വളരെ ഇതായിട്ടുള്ളത്, ഇത് ഞങ്ങളുടെ 10ാം വാർഷികമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് നൊട്ടൻമൂല ആഴ്ചങ്ങാടൻ വർഗീസ് സിനി ദമ്പതികളുടെ മകൻ 15 വയസ്സുള്ള ക്രിസ്റ്റിയാണ് മരിച്ചത്. ദേശീയപാതയിൽ ചാലക്കുടി പോട്ടയ്ക്ക് സമീപം സുന്ദരിക്കവലയിൽ തടി കയറ്റുമെന്ന പിക്കപ്പ് വാൻ മറിഞ്ഞു. ടയർ പൊട്ടിയതാണ് അപകട കാരണം. അവധിക്കാലമായതോടെ പറവൂർ നഗരത്തിലെ അംബേദ്കർ പാർക്കിൽ തിരക്കേറി. എന്നാൽ പാർക്ക് പരിപാലനത്തിന്റെ കാര്യത്തിൽ നഗരസഭാ അധികാരികൾ ശുഷ്കാന്തി കാണിക്കുന്നില്ലെന്ന് പൊതുഅഭിപ്രായം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.